മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ടൂറിസം വകുപ്പിനും വീണ്ടും വൻ ചോദ്യങ്ങൾ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചത് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയെന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നിർമ്മാണം തീരദേശ പരിപാലന നിയമങ്ങൾ പാലിക്കാതെ താൽക്കാലിക നിർമ്മാണമായതിനാൽ അനുമതി വേണ്ടതില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന സംഭവത്തിൽ ഉത്തരവാദിത്വമില്ലെന്നാണ് DTPC പറയുന്നത്. ഉത്തരവാദിത്വം കരാർ കമ്പനിക്കെന്ന് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും വ്യക്തമാക്കി. ഏതായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചത് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയെന്നുള്ളതും നിർമ്മാണം തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിക്കാതെ എന്നുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കേരളം വീണ്ടും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യേണ്ടി വരികയാണ്. തീരദേശ പരിപാലന ചട്ടം എവിടെയെന്ന്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കൂടുതൽ ഉത്തരം പറയേണ്ടി വരും. കാരണം ഗൗരവമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. കാരണം താൽക്കാലിക നിർമ്മാണമായതിനാൽ അനുമതി വേണ്ടതില്ലെന്ന് അധികൃതർ പറയുമ്പോഴും പരിസ്ഥിതി പ്രവർത്തകരും തീരദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരടക്കം ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. 500 മീറ്ററിനുള്ളിൽ തീരദേശം, കടൽ തീരം, ഉപ്പ് രസമുള്ള തീരങ്ങളിൽ 500 മീറ്ററിൽ ഒരു തരത്തിലുള്ള നിർമ്മാണം അനുവദിക്കാൻ പാടില്ല എന്നായിരുന്നു കൺസെപ്റ്റ്. അത് ഏകദേശം 52ഓളം ഭേദഗതികളോടെയാണ് ഇത് 2000 ആ ഡേറ്റ് എന്ന് നോക്കിക്കോളൂ, 2021 18 ഒരു ചെറിയ സംശയം നടപ്പാക്കിയതോടെ 50 മീറ്ററിനുള്ളിലും നിർമ്മാണങ്ങൾ അനുവദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചു. അതുകൊണ്ട് വലിയ അവതരിപ്പിച്ചത് കേരളമാണ്. 2150-ലധികം ആളുകൾ ചതുരശ്രയോട് താമസിക്കുന്നുണ്ടെങ്കിൽ തീരദേശത്തിന്റെ സംരക്ഷണം 20 മീറ്റർ വരെ താഴാവുന്നതായി. മനസ്സിലായില്ലേ? ഇതെല്ലാം ചെയ്യുന്നത് മത്സ്യബന്ധന മേഖലയിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് റിസോർട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് സാഗർമാല പദ്ധതിയുമായി ബന്ധപ്പെട്ട. അപ്പൊ വിഴിഞ്ഞം പദ്ധതി നിയമപ്രകാരം നടപ്പാക്കാൻ പക്ഷെ അവർക്ക് എക്സംഷൻസ് കൊടുത്തു. അപ്പം നിയമം തന്നെ 100% വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തതിനു ശേഷവും ഇങ്ങനെ ഓരോ കാര്യവും പറഞ്ഞ് തീരദേശത്ത് നടത്തുന്നത് നിയമലംഘനമാണ്. ദുരന്തങ്ങൾ, മനുഷ്യൻ മരിക്കുമ്പോൾ മാത്രമാണ് നമ്മളിത് വാർത്താപൂർവമാക്കുന്നത്. അപ്പൊ ഇത് മുഴുവൻ നിയമങ്ങളെ അട്ടിമറിക്കുകയാണ്. തീരദേശത്തെ ടൂറിസം നടപ്പാക്കേണ്ടത് യഥാർത്ഥത്തിൽ അവിടുത്തെ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ സഹകരണത്തോടെയാണ്. മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ പ്രധാന വരുമാനം മത്സ്യബന്ധനവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണല്ലോ. അത് ടൂറിസം കേന്ദ്രങ്ങളായി മാറുകയാണെങ്കിൽ അവരാണ് നടത്തുകയും ചെയ്യേണ്ടത്. ആ മുൻപ് ഏൽപ്പിക്കാത്ത തരത്തിൽ കൃത്രിമമായ നിർമ്മാണം ഉണ്ടാകാത്ത തരത്തിൽ വേണം. അപ്പൊ ഇത് മൊത്തത്തിൽ അട്ടിമറിക്കുന്നതിന്റെ ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് ദുരന്തമാണിത്. ഏകദേശ നിയമം തന്നെ പരമാവധി ഇല്ലാതാക്കിക്കൊണ്ടാണ് നടപ്പാക്കിയത്. ഈ തീരദേശ സംരക്ഷണ അതോറിറ്റി ജനങ്ങളിൽ നിന്ന് ഇതെടുക്കുന്നുണ്ട്, കൺസേൺ സ്വീകരിക്കുന്നുണ്ട്. ഈ 12,000-ഓളം അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിർമ്മാണങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന കൊല്ലം ജില്ലയിലാണ്. ഇതിൽ 5000 ശിഷ്ട നിർമ്മാണങ്ങൾ വൻകിടയാണ്. ബാക്കിയോ സാധാരണ മനുഷ്യരുടെ വീടുകൾ. എന്താണ് വെച്ചിരിക്കുന്നത്? സാധാരണ മനുഷ്യരെ ഒരു പ്രതിരോധ ചട്ടയാക്കിക്കൊണ്ട് മറ്റൊരു രക്ഷപ്പെടാൻ വേണ്ടി അധികൃതമായ വൻകിട നിർമ്മാണങ്ങൾ ഒഴിച്ചു നീക്കാതിരിക്കാൻ വേണ്ടി സാധാരണക്കാരുടെ വീട് ഇതിനകത്ത് ഉൾപ്പെടുത്തി. അപ്പൊ എന്ത് ചെയ്യും? സാധാരണക്കാരെ ഒഴിവാക്കി വിടാൻ ഒക്കത്തില്ലല്ലോ. അതിന്റെ പേരിൽ വൻകിട നിർമ്മാണങ്ങളെ സർക്കാരിന്റെ ടൂറിസം. അപ്പൊ ഇത് ഈ 15 ആളുകൾ മരണപ്പെട്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ചർച്ചയായിരുന്നു. ഇത് ചെറിയ ദുരന്തമായതുകൊണ്ട് ഇങ്ങനെ അവസാനിച്ചു. അത് മൊത്തത്തിൽ തീരദേശത്ത് വലിയ തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നതാണ് കേരള സർക്കാരും സംസ്ഥാന സർക്കാരും വ്യക്തികളും ഇതിന്റെ വൻകിട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ സംഭവത്തിന്റെ ചുരുക്കം. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടമുണ്ടായത്. സഞ്ചാരികൾ കടലിൽ വീണത് 15 പേർക്ക് പരിക്കേറ്റത്. കേരളം ഞെട്ടലോടെയാണ് ഈ സംഭവം കേട്ടത്. തിരുവനന്തപുരം വർക്കല ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലുണ്ടായ അപകടത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 15 പേർക്കാണ് പരിക്കേറ്റത്. ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകരുകയായിരുന്നു. ശക്തമായ തിരമാല വീണ്ടും അടിച്ചതോടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നവർ കടലിലേക്ക് പതിച്ചു. ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നെങ്കിലും ശക്തമായ തിരയിൽപ്പെട്ടതോടെ കടലിൽ വീണവർക്ക് പെട്ടെന്ന് കരയിലേക്ക് നീങ്ങാനായില്ല.
സുരക്ഷാ ജീവനക്കാർ കടലിൽ വീണവരെ പുറത്തെത്തിക്കുകയായിരുന്നു. ഇവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഏതായാലും വൻ ദുരന്തമാണ് ഒഴിവായത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ടൂറിസം ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ മന്ത്രി മറുപടി പറയണമെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ബ്രിഡ്ജ് പണിതിരിക്കുന്നതെന്ന് പരിശോധിക്കണമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരനും പറഞ്ഞിരുന്നു. ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് 2023 ഡിസംബർ 26-ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തെ 7ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത്. തീരത്ത് നിന്നും കടലിലേക്ക് ഏകദേശം 100 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും കടൽപ്പാലം ഒരുക്കിയിരിക്കുന്നു. കടലിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ തിരമാലകളുടെ ചലനത്തിനൊപ്പം സഞ്ചരിക്കാം. പാലം അവസാനിക്കുന്നിടത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സന്ദർശകർക്ക് കടൽ കാഴ്ച ആസ്വദിക്കാം. ഒരേ സമയം 100 പേർക്ക് ബ്രിഡ്ജിൽ കയറാം. 700 കിലോഗ്രാം ഭാരമുള്ള നങ്കൂരം ഉപയോഗിച്ചാണ് പാലത്തെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. 11 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, വർക്കല നഗരസഭ എന്നിവരുടെ സഹകരണത്തോടെയാണ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്.